നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മാരക മയക്കുമരുന്നായ MDMAയുമായി യുവാവിനെ പോലീസ് പിടികൂടി. പട്ടാമ്പി തിരുമിറ്റക്കോട് കിഴക്കേതിൽ 21 വയസ്സുള്ള അജയിനെയാണ് ഷൊർണൂർ പോലീസ് പിടികൂടിയത്. 7 ഗ്രാം MDMA ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. ബാംഗ്ലൂരിൽ നിന്നും പട്ടാമ്പിയിലേക്ക് കൊണ്ടുവരുന്നതിനിടെ പിടിയിലാവുകയായിരുന്നു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും തിങ്കളാഴ്ച വൈകിട്ടാണ് പിടികൂടിയത്. അജയ് വിദ്യാർത്ഥിയാണെന്ന് പോലീസിനോട് പറഞ്ഞു. കനത്ത മഴയെ തുടർന്ന് ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് ശക്തമായതോടെ മാന്നന്നൂർ ഉരുക്കു തടയണയുടെ പുനർനിർമ്മാണം നിർത്തിവെച്ചു. പുഴയിൽ പെട്ടെന്നുണ്ടായ നീരൊഴുക്കിൽ 1200 ചാക്ക് സിമന്റും വലിയ യന്ത്രവും ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ വെള്ളത്തിൽ ഒലിച്ചുപോയി. ഇതേ തുടർന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. വളരെ ശ്രമകരമായാണ് വാഹനങ്ങളും മറ്റ് യന്ത്രങ്ങളടക്കമുള്ള നിർമ്മാണ സാമഗ്രികളും രാവിലെയോടെ കരക്കുകയറ്റിയത്. ഇനിയും ചിലത് കരയിലെത്തിക്കാൻ ബാക്കിയാണ്. 2-3 ദിവസങ്ങളിലായി മഴയുണ്ടായിരുന്നെങ്കിലും വെള്ളം പെട്ടെന്ന് പൊങ്ങുമെന്ന് കരുതിയില്ല. ചീർപ്പൊഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസാവസാനത്തോടെ പൂർത്തിയാകേണ്ടതായിരുന്നു. നിലവിൽ പാർശ്വഭിത്തി നിർമ്മാണം 50 മീറ്ററിലധികം ബാക്കിയുണ്ട്. മണ്ണിടിഞ്ഞുണ്ടായ ഗർത്തത്തിലേക്ക് ശക്തിയിൽ വെള്ളം കയറിയതോടെ ഇപ്പോൾ ഭിത്തി കെട്ടിത്തുടങ്ങിയതിന് പടിഞ്ഞാറ് ഭാഗത്തായി 10 മീറ്ററോളം വീണ്ടും മണ്ണിടിഞ്ഞിട്ടുണ്ട്. മഴ കനത്താൽ കൂടുതൽ മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ആദ്യത്തെ ഉരുക്ക് തടയണയായ മാന്നന്നൂർ തടയണ 2018 പ്രളയത്തിലാണ് തകർന്നത്. പുഴഗതി മാറി സ്വകാര്യ വ്യക്തികളുടെ ഏക്കർ കണക്കിന് കൃഷിഭൂമിയും നശിച്ചുപോയിരുന്നു. CCTV ന്യൂസ് തളി. കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാവാൻ തുടങ്ങി. 2 ആഴ്ച പിന്നിട്ടിട്ടും തിരിഞ്ഞു നോക്കാതെ വാട്ടർ അതോറിറ്റി അധികൃതർ. ചാലിശ്ശേരി പഞ്ചായത്തിലെ പെരുമണ്ണൂർ സെന്ററിലാണ് ദിവസങ്ങളായി ശുദ്ധജലം പാഴാകുന്നത്. ആയിരക്കണക്കിന് ലിറ്റർ ജലമാണ് ഓരോ ദിവസവും പാഴാകുന്നത്. മിക്ക ദിവസവും രാത്രിയിലാണ് പമ്പിംഗ് നടക്കുന്നത് എന്നതിനാൽ ജലം പാഴാകുന്നത് ആളുകൾ അറിയാതെ പോവുകയാണ്. റോഡിലും പൈപ്പ് പൊട്ടി തകർച്ച സംഭവിച്ചിട്ടുണ്ട്. കുടുംബശ്രീ ക്ലസ്റ്റർ തല അരങ്ങ് സർഗോത്സവത്തിന് പട്ടാമ്പിയിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായാണ് സർഗോത്സവം നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുടുംബശ്രീ 26ാം വാർഷികത്തോടനുബന്ധിച്ച് കുടുംബശ്രീ അയൽക്കൂട്ട് ഓക്സിലറി അംഗങ്ങളുടെ പട്ടാമ്പി തൃത്താല ക്ലസ്റ്റർ തല സർഗോത്സവം അരങ്ങ് 2024 പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടത്തുന്നത്. ഇതിന്റെ സ്റ്റേജ് തല മത്സരങ്ങൾ ആരംഭിച്ചു. കലാമത്സരങ്ങൾ നാളെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം പിന്നണി ഗായിക M സർവശ്രീ നിർവഹിക്കും. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷത വഹിക്കും. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് മുഖ്യാതിഥിയായിരിക്കും. കുടുംബശ്രീ പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ K ചന്ദ്രദാസ് മുഖ്യപ്രഭാഷണം നടത്തും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VP റജീന, ഗീതാ മണികണ്ഠൻ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, CDS ചെയർപേഴ്സൺമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. 1000-ലധികം സർഗപ്രതിഭകൾ പങ്കെടുക്കുന്നതാണ് ക്ലസ്റ്റർ അരങ്ങ് 2024 എന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, N രാജൻ, P ഗീത, T രമണി, M അസ്മിയ, MP ഷിഹാബ്, ചിന്തു മാനസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കുടുംബശ്രീ അംഗങ്ങളുടെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെയും സർഗോത്സവമായ അരങ്ങ് 2024 ഇന്നും നാളെയുമായി പട്ടാമ്പി SNGS കോളേജിൽ തൃത്താല പട്ടാമ്പി ബ്ലോക്കുകളുടെ മത്സരങ്ങൾ നടക്കുകയാണ്. ഇതിൽ 15 CDS തലത്തിലുള്ള മത്സരാർത്ഥികളാണ് ഇന്നത്തെ ക്ലസ്റ്റർ തല പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 1ാം സ്ഥാനം ലഭിക്കുന്നവർ ജില്ലാ അടിസ്ഥാനത്തിൽ പങ്കെടുക്കും. 33 ഓഫ് സ്റ്റേജുകളും 16 ഓൺ സ്റ്റേജുകളിലുമായിട്ടാണ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും അവർക്ക് ഏറ്റവും കൂടുതൽ ആനന്ദകരമായ നിമിഷങ്ങളാക്കി മാറ്റുന്നതിനും അരങ്ങ് 2024 പട്ടാമ്പി നേതൃത്വം നൽകുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ചടങ്ങിലേക്ക് എത്തിച്ചേരണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. കുടുംബശ്രീ പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാനത്തിലും കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിലുമൊക്കെ വലിയ പങ്കുവഹിച്ച സ്ത്രീകളുടെ ഏറ്റവും വലിയ ഒരു സാമൂഹ്യ പ്രസ്ഥാനമാണ്. അവരെ എല്ലാം സ്ത്രീകൾക്ക് ചെയ്തു തീർക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് കുടുംബശ്രീ എന്ന് പറയുന്ന പ്രസ്ഥാനം. അപ്പോൾ കേരളത്തിൻ്റെ ഈ സാമൂഹ്യ വികാസവുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ പ്രവർത്തകർക്ക് ഒന്നും അന്യമല്ല. അവർ ഏറ്റവും അധികം സർഗാത്മകമായ മേഖലയിൽ നല്ലപോലെ തിളങ്ങുന്നവരാണ് എന്ന് തെളിയിക്കുന്ന നിരവധിയായ പരിപാടികൾ നാളെ പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ വിധത്തിലുള്ള സാഹിത്യ മത്സരങ്ങളും ഉണ്ട്. കഥയും കവിതയും
അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ മത്സരത്തിൽ ഈ തിരുവാതിരക്കളി മുതൽ സ്കിറ്റ് വരെയുള്ള വിവിധങ്ങളായിട്ടുള്ള ഇനങ്ങളിൽ ഏതാണ്ട് 1000-ലധികം പേർ ആണ് പങ്കെടുക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ തന്നെ മാലിന്യ കൂമ്പാരം കുന്നുകൂടി കിടക്കുകയാണെന്നും മന്ത്രിയുടെ മൂക്കിൻ തുമ്പിലെ അവസ്ഥ ഇതാണെങ്കിൽ സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണം ഊഹിക്കാവുന്നതിനപ്പുറത്തെന്നും KPCC വൈസ് പ്രസിഡന്റും മുൻ തൃത്താല MLA-യുമായ VT ബൽറാം കൂറ്റനാട്ടെ ആദംകുട്ടി സ്മാരക ബസ് സ്റ്റാൻഡിൽ മാലിന്യം കൂട്ടിയിട്ട സ്ഥലത്ത് സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ വരെ ഇവർക്ക് ഇത് റിമൂവ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു വണ്ടി മാത്രമാണ് ഇവരെ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മന്ത്രി അടക്കമുള്ള ആളുകളുടെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം. ഈ പ്രശ്നത്തിന് ഒരു സ്ഥിരം പരിഹാരം ഉണ്ടാവണം. ഇതിപ്പോൾ നാഗലശ്ശേരി പഞ്ചായത്തിലെ മാലിന്യം മാത്രമാണെന്നാണ് പറയുന്നത്. പക്ഷേ തൃത്താലയടക്കം ഈ നിയോജകമണ്ഡലത്തിലെ മറ്റെല്ലാ പഞ്ചായത്തുകളിലും ഈ മാലിന്യം നീക്കം ചെയ്യൽ എന്ന് പറയുന്ന പ്രവൃത്തി സ്തംഭനാവസ്ഥയിലാണ്. ഈ മഴക്കാലത്ത് അത് വലിയ ഒരു ഗുരുതരമായിട്ടുള്ള സ്ഥിതി ഇവിടെ സംജാതമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ എത്രയും പെട്ടെന്നുള്ള ഇടപെടൽ ഉണ്ടാവണം. സുസ്ഥിര തൃത്താല എന്നൊക്കെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. ഒരുപാട് പ്രഖ്യാപനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മൂക്കിൻ തുമ്പിലെ അവസ്ഥ, മൂക്കിന് കീഴിലെ അവസ്ഥ ഇതാണ് എങ്കിൽ മറ്റ് കേരളത്തിലെ പൊതുവായിട്ടുള്ള മാലിന്യ സംസ്കരണത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമേ സാധിക്കൂ. തൃത്താല നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും മാലിന്യം നീക്കം ചെയ്യൽ നടപടി സ്തംഭനാവസ്ഥയിലാണെന്നും VT ബൽറാം ആരോപിച്ചു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്ന തരത്തിലാണ് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നതെന്നും മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പ്രദേശത്തെ ജലസ്രോതസ്സുകൾ മുഴുവൻ മലിനപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും VT ബൽറാം ആവശ്യപ്പെട്ടു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. മാജിക് മിഷൻ പാലക്കാട് സംഘടിപ്പിക്കുന്ന 3ാമത് ഓൾ കേരള മാജിക് കൺവെൻഷൻ മാസ്മര 2024 പട്ടാമ്പിയിൽ വേദിയാകും. മെയ് 25-ന് പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാജിക് മിഷൻ പാലക്കാട് സംഘടിപ്പിക്കുന്ന ഓൾ കേരള മാജിക് കൺവെൻഷൻ 3ാമത് മാസ്മര 2024 മെയ് 25-ന് പട്ടാമ്പിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ അകത്തും പുറത്തുനിന്നുമായി 200ഓളം മാന്ത്രികർ പങ്കെടുക്കും. ഇന്ത്യൻ ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത മജീഷ്യൻ യോന തമിഴ്നാട് മുഖ്യാതിഥിയായിരിക്കും. മാജിക് മിഷൻ പ്രസിഡന്റ് സുരേഷ് പട്ടാമ്പി അധ്യക്ഷത വഹിക്കും. പ്രോഗ്രാം കൺവീനർ സലാം വല്ലപ്പുഴ പ്രമേയം അവതരിപ്പിക്കും. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി പങ്കെടുക്കും. വൈകുന്നേരം 4 മണിക്ക് പൊതുജനങ്ങൾക്കായി പ്രമുഖ മാന്ത്രികരായ യദുനാഥ്, അഫ്സൽ അബിരൂപ് പട്ടാമ്പി എന്നിവരുടെ വ്യത്യസ്ത ഗാലാ ഷോ നടക്കും. മജീഷ്യൻ ഉസ്താദ് മജീദ് മടവൂർ, അബൂബക്കർ തൃശൂർ, മെന്റലിസ്റ്റ് ജിൽജിലി ബേബി തുടങ്ങിയവർ ടീച്ചിംഗ് ക്ലാസ്സിന് നേതൃത്വം നൽകും. പരിപാടിയുടെ ഭാഗമായി കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ തിരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിൽ മാജിക് ഷോ സംഘടിപ്പിക്കും. പ്രമുഖ മാന്ത്രികരായ ശശി താഴത്തുവയൽ വയനാട്, ഹരിദാസ് തൃശൂർ, ശ്രീജിത്ത് വിയൂർ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രമുഖ മാന്ത്രികരായ കുമ്പിടി രാധാകൃഷ്ണൻ, PM ഉപേന്ദ്ര, വാഴക്കുന്നം ജൂനിയർ വിന്നർ അഭിരൂപ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി മാജിക് മത്സരവും അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സ്വാഗത സംഘം ഭാരവാഹികളായ മുരളീധരൻ പട്ടാമ്പി, നന്ദനൻ കീഴായൂർ, സജു മഞ്ഞാലി, അലവി പുലാക്കൽ, സുരേഷ് മാസ്റ്റർ, ജഷീർ ബാബു, ഷഹബാസ് ഖാൻ, സുരേന്ദ്രൻ പട്ടാമ്പി, രവീന്ദ്രൻ, കൃഷ്ണദാസ്, കൈലാസ് നാഥ്,
അശോകൻ, മാജിക് മിഷൻ ജനറൽ സെക്രട്ടറി അഖിൽ മാസ്റ്റർ, ജൂനിയർ വൈസ് ക്യാപ്റ്റൻ സാധിക മാധവി തുടങ്ങിയവർ നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ കുമ്പിടി രാധാകൃഷ്ണൻ, സുരേഷ് പട്ടാമ്പി, അഖിൽ മാസ്റ്റർ, സലാം വല്ലപ്പുഴ, മുരളീധരൻ പട്ടാമ്പി, PM ഉപേന്ദ്ര, നന്ദനൻ പട്ടാമ്പി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മാസ്മര 2024 ഓൾ കേരള മാജിക് കൺവെൻഷൻ ഈ വരുന്ന 25-ാം തീയതി പട്ടാമ്പി അരങ്ങേറുകയാണ്. മാജിക് മിഷൻ പാലക്കാട് 2019 നമ്മുടെ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു മാന്ത്രിക കൂട്ടായ്മയാണ്. ഇതിനകം ഒട്ടേറെ മാന്ത്രിക കൺവെൻഷൻ, ചെറുതും വലുതുമായ മാന്ത്രിക സംഗമങ്ങൾ നമ്മൾ നടത്തുകയും വളരെ വലിയ വിജയത്തോടു കൂടി തന്നെ അത് നിങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്ത് തന്നെയാണ്. ഇത് 3ാമത് മാസ്മര സംഗമമാണ് ഇപ്പോൾ നടക്കുന്നത്. 200ഓളം മജീഷ്യന്മാർ കേരളത്തിനകത്തും പുറത്തു നിന്നുമായി ഈ ഒരു സംഗമത്തിൽ സംഗമിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നാം നടത്തിയ ഇത്തരം പ്രോഗ്രാമുകളിൽ പ്രമുഖ മാന്ത്രികൻ നമ്മുടെ സാമ്രാജ് സാർ ഉൾപ്പെടെ ഈ ഒരു കൺവെൻഷൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്ന മാജിക് രംഗത്തെ ഉപരി തമിഴ്നാട്ടിലുള്ള നമ്മുടെ യോനാസ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠന സാമഗ്രികൾ വിതരണം ചെയ്തു. ഈ മാസം 25-ന് ഓങ്ങല്ലൂർ ബാങ്ക് ഹാളിൽ വെച്ചാണ് പഠന സാമഗ്രികളുടെ വിതരണം. ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിലാണ് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠന സാമഗ്രികൾ വിതരണം ചെയ്യുന്നത്. ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലുള്ള 17 വിദ്യാലയങ്ങളിലെ ലോവർ പ്രൈമറി വിദ്യാർത്ഥികളായ 200 നിർധരരായ കുട്ടികൾക്കാണ് സ്കൂൾ പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള പഠന സാമഗ്രികൾ വിതരണം ചെയ്യുന്നത്. ഈ മാസം 25-ന് ഓങ്ങല്ലൂർ EMS സ്മാരക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വിദ്യാലയങ്ങളിലെ ഗുണഭോക്താക്കളായ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബാങ്ക് കാലാകാലങ്ങളായി ലാഭത്തിൽ നിന്നും നീക്കിവെച്ച പൊതുനന്മ ഫണ്ടിൽ നിന്നുമാണ് കുട്ടികൾക്ക് സഹായം നൽകുന്നത്. ഈ ഫണ്ടിലെ തുക ഉപയോഗിച്ച് ഭാവിയിൽ അർഹരായ കിടപ്പ് രോഗികൾക്ക് ചികിത്സാ സഹായം പോലുള്ള സ്വാതന്ത്ര്യ പരിപാടികൾ നടത്താൻ ആലോചിക്കുന്നുണ്ടെന്നും സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നും ഷൊർണൂരിലെ പ്രഭാത സായാഹ്ന ശാഖയിലുള്ള സ്ഥലത്ത് കർഷകരെ സഹായിക്കുന്നതിനായി കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്ന വിപണനം നടത്താനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നാട്ടുചന്ത നടത്താനും ബാങ്കിന്റെ വാടനാകുറിശ്ശിയിലുള്ള ബ്രാഞ്ചിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നീതി ലാബിന് പുറമെ ചെലവ് കുറഞ്ഞ ചികിത്സാ മാർഗങ്ങൾ ഒരുക്കിക്കൊണ്ട് ക്ലിനിക്കും മെഡിക്കൽ സ്റ്റോറും തുടങ്ങുന്നതിനും പദ്ധതിയുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് നാരായണൻ മാസ്റ്റർ, സെക്രട്ടറി KP മനു, സജീന്ദ്രൻ, K അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പാവപ്പെട്ട കുട്ടികൾക്ക് പഠന സാമഗ്രികൾ നൽകുന്ന ഒരു പരിപാടി ഈ വരുന്ന മെയ് 25-ാം തീയതി ഓങ്ങല്ലൂരിലെ ഷൊർണൂർ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഹാളിൽ വെച്ച് EMS സ്മാരക ഹാളിൽ വെച്ച് നടക്കുകയാണ്. ബാങ്കിൻ്റെ പൊതുനന്മ ഫണ്ടിൻ്റെ വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് ബാങ്ക് ഈ സംരംഭം ആദ്യമായി ഈ വർഷമാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ബാങ്കിന് കാലാകാലം കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു ഭാഗം പൊതുനന്മ ഫണ്ടായിട്ട് എല്ലാ ബാങ്കുകളും മാറ്റിവെക്കുന്നുണ്ട്. പല ബാങ്കുകളും അത് വേണ്ട രൂപത്തിൽ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്ക് ഈ കൊല്ലം ആദ്യമായി ഷൊർണൂർ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിലുള്ള 17 സ്കൂളിലെ ലോവർ പ്രൈമറി വിഭാഗത്തിലെ 200 കുട്ടികൾക്കാണ് സ്കൂൾ ബാഗ്, നോട്ട്ബുക്കുകൾ, എഴുതാനുള്ള സാമഗ്രികൾ, വരയ്ക്കാനുള്ള സാമഗ്രികൾ അടക്കമുള്ള പഠന സാമഗ്രികൾ നൽകുന്നത്. ഈ ചടങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശനിയാഴ്ച 25-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്ക് ഓങ്ങല്ലൂർ ബാങ്ക് ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ്. സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ, അതുപോലെ കുട്ടികളുടെ രക്ഷിതാക്കൾ, അധ്യാപകർ, PTA ഭാരവാഹികൾ, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ബാങ്ക് ജീവനക്കാർ
എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ചടങ്ങിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. നാഗലശ്ശേരി പഞ്ചായത്ത് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂറ്റനാട് ആദംകുട്ടി ബസ് സ്റ്റാൻഡിൽ കൂട്ടിയിട്ടതിൽ കോൺഗ്രസ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. മാലിന്യ കൂമ്പാരം ഉടൻ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധം DCC ജനറൽ സെക്രട്ടറി P. മാധവദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുരളി അധ്യക്ഷനായി. വാർഡ് മെമ്പർമാരായ സലിം മധുപ്പുള്ളി, പ്രിയ സുരേഷ്, അസീബ് റഹ്മാൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KP.M. ഷെരീഫ്, രവി മാരാത്ത്, ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യ കൂമ്പാരമായിക്കൊണ്ട് അതിൽ നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ള പോലെ കൊതുകൊക്കെ മുട്ടയിട്ടുകൊണ്ട് നമുക്കറിയാവുന്ന പ്രാദേശികമായി ചവറുകൾ ഉണ്ടാകരുതെന്ന് പ്രാദേശികമായ രീതിയിൽ ചെറിയ 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും കുട്ടികളെ പഠിപ്പിക്കുന്ന നമ്മുടെയൊക്കെ പ്രദേശത്ത് അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന രീതിയിൽ ഒരു കൊതുക് വളർത്തൽ കേന്ദ്രമായി, പകർച്ചവ്യാധികളുടെ പ്രചരണ കേന്ദ്രമായി നാഗലശ്ശേരി പഞ്ചായത്തിലെ കൂറ്റനാട് ബസ് സ്റ്റാൻഡ് മാറുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ സമരവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ദേശമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരമായ രാജീവ് ഭവനിൽ നടന്ന ചടങ്ങ് മുൻ മണ്ഡലം പ്രസിഡന്റ് K. പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷഹീർ ദേശമംഗലം, ഗ്രാമപഞ്ചായത്ത് UDF പാർലമെന്ററി പാർട്ടി ലീഡർ PS. ലക്ഷ്മണൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് M. മഞ്ജുള, ജില്ലാ കമ്മിറ്റി അംഗം രാജലക്ഷ്മി നീണ്ടൂർ, OBC കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം KR. സനാതനൻ, മുസ്ലിം ലീഗ് നേതാവ് KM. മുഹമ്മദ് കുട്ടി മാസ്റ്റർ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈദലവി പാറയ്ക്കൽ, ഗോപൻ മുല്ലയ്ക്കൽ, മോഹനൻ ആറങ്ങോട്ടുകര എന്നിവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു മടത്തിലാത്ത് സ്വാഗതവും മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബീന ഗോപൻ നന്ദിയും പറഞ്ഞു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.